ചട്ടിക്ക് ചെറിയൊരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ വെള്ളാപ്പച്ചട്ടിയിൽ ചുട്ടതാണ്. അത് പറഞ്ഞ പോലെ ഇക്കാക്ക് മനസ്സിലാവില്ലെങ്കിൽ ഇങ്ങനെ ചുട്ടു കൊടുക്കുക. അപ്പം ഇക്ക പുതിയ ദോശക്കല്ല് വാങ്ങി തരും. യാ, എങ്ങനെയുണ്ട് ഐഡിയ? ഗൈസ്, ഇക്കതാ ചായ കുടിക്കാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. കറി ഇതാ ഇവിടെ അടുപ്പത്ത് കടന്ന് കാണ്ട് തിളക്കുന്നുള്ളൂ കേട്ടോ. കണ്ടോ, ഈ കറിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കേട്ടോ ഇക്ക. പച്ചക്കറിയാണ് കേട്ടോ അന്ന് കറി. ബീട്രൂട്ട്, ക്യാരറ്റ്, ഉള്ളി, തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നല്ല ദോശയുണ്ട്, പച്ചക്കറിയുണ്ട്. എന്തെങ്കിലും ചിരിക്കുന്നത്? നല്ല ദോശയുണ്ട്. ദോശൻ്റെ ചട്ടിക്ക് ചെറിയൊരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ വെള്ളാപ്പച്ചട്ടിയിൽ ചുട്ടതാണ്. അത് പറഞ്ഞ പോലെ ഇക്കാക്ക് മനസ്സിലാവില്ലെങ്കിൽ ഇങ്ങനെ ചുട്ടു കൊടുക്കുക. അപ്പം ഇക്ക പുതിയ ദോശക്കല്ല് വാങ്ങി തരും. യാ, എങ്ങനെയുണ്ട് ഐഡിയ? അങ്ങനെ ഒടുവിൽ ഇക്കാക്ക് നമ്മൾ കറി കൊടുത്തു ഗേസ്. എങ്ങനെയുണ്ട് ഇക്ക? ഇപ്പോൾ അഭിപ്രായം രേഖപ്പെടുത്തു, വിജയിപ്പിക്കൂ. എന്താ ദോശ ചട്ടി കേടുന്ന ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ ചുടുക? ദോശക്കല്ല് ഞാൻ കുറേ ആയി നിങ്ങളോട് പറയണം പുതിയത് വാങ്ങണം. അപ്പം നിങ്ങൾ എന്താ പറഞ്ഞു? ഇപ്പോൾ വേണ്ട. അപ്പം ഇനി ഇങ്ങനത്തെ ദോശയൊക്കെ ഒന്ന് ചുട്ടരാം. അപ്പം നിങ്ങൾ താനെ പുതിയ ദോശക്കല്ല് വാങ്ങി തന്നാലോ? എൻ്റെ മാവിൻ്റെ കുറ്റല്ല, ഞങ്ങളെ ചട്ടിക്ക് ഒരു കേടുമില്ലാന്നല്ല നിങ്ങൾ പറഞ്ഞു. നിങ്ങളെ ചട്ടി ഞാൻ കൊടുന്ന് കാണിച്ചു തരാം. അല്ലെങ്കിൽ ലാസ്റ്റ് ചട്ടിക്ക് കേടുണ്ടെങ്കിൽ ലാസ്റ്റ് എനിക്കാക്കാരെ കേട്. ഏതിയ പോയാലും പെണ്ണുങ്ങൾക്കാ കേട്. ദോശ കേടെന്നാലും കേട്, കുട്ടികളെ വീടാലും കേട്, എന്തെന്നെ ആയാലും ചട്ടിയിൽ പിടിച്ചാലും കേട്. വല്ലാത്തൊരു കാലം. നമ്മളെ നമ്മൾ ചുട്ട ദോശ എല്ലാം നിന്ന് പ്ലേറ്റ് കാലിയാക്കാൻ എനിക്ക് സമാധാനമായി. അപ്പം അടുത്ത പ്രാവശ്യം ചുടുമ്പോഴത്തേനൊക്കെ നമുക്ക് പുതിയ ദോശക്കല്ല് വാങ്ങിത്തരും എന്നൊരു പ്രതീക്ഷക്ക് വക വെക്കട്ടെ ഇക്ക. എന്താ ഇനി ഇങ്ങനത്തെ കരിഞ്ഞ ദോശൻ്റെ ചുട്ടുതരും ഞാൻ നിങ്ങൾക്ക്. ഇനി ഇങ്ങനത്തെ കരിഞ്ഞ ദോശ കല്ലിൻ്റെ കുഴപ്പം തന്നെയാണ്. ഞങ്ങൾക്ക് കല്ല് കാണിച്ചറിയാം എന്തൊരു കല്ലാണിതെന്നോ. ആകെ അങ്ങോട്ട് ചിക്കിപ്പന്നെ കല്ലയക്കും. നിങ്ങൾക്ക് എന്താ പുതിയതൊന്ന് വാങ്ങിത്തന്നാൽ? എന്തേ ഇതതിൻ്റെ മുകളിൽ വെച്ച് പാട്ടിനെ ഒന്നിട്ടിട്ട് ഇങ്ങനെ കുത്തും പിന്നെ കല്ലിൻ്റെ ഇതാവും. അതൊന്നല്ല ഇക്ക. എന്നാലും നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, മനസ്സിലായി. കണ്ടോ, ഞാനൊരു പിന്നാണം ദോശ ഇട്ടെടുത്തു. അതിൽ ഒന്നേ ബാക്കി വെച്ചുള്ള അത് എനിക്ക് നേരത്തിൽ ബാക്കി വെച്ചേക്കാരം. അല്ലാതെ രസമില്ല ഉണ്ടല്ലോ. പക്ഷെ എന്നാലും നമ്മൾ ചുട്ട ടേസ്റ്റ് ഇല്ലാന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതാ കുപ്പിയും വെള്ളമൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആരെയും ഞാനല്ല കേട്ടോ, ഇക്കന്നെ നിന്ന് നിറച്ചെന്ന് എനിക്കെന്നെ കൂടിയിട്ടില്ല. നേരെ ലേറ്റായിട്ടോ ദോശ ഉണ്ടാക്കാനും കറി ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ ഇക്കന്നെ പോയി നിറച്ചതാണ്. നമ്മളെ വെള്ളം കുപ്പിയെല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നെച്ചുകുട്ടന് ഓർലിക്സ് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. നെച്ചുകുട്ടന് എണീറ്റില്ല, ചൂടാറി. അപ്പോൾ നമ്മൾ ഇതിലങ്ങ് ഒഴിച്ചേക്കാം. ഓനക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കണല്ലോ, സുന്നത്ത് കല്യാണം കഴിച്ചതല്ലേ. അപ്പോൾ എനിക്കിതാ പാലെല്ലാം വാങ്ങാൻ പൈസ അടവച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ പോവുകയാണ് ഗ്യാസ് ഓട്ടോയിൽ പോകുക. അപ്പോൾ ഇന്ന് നെച്ചുകുട്ടൻ്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഓൻ എണീക്കുന്നില്ല കേട്ടോ. അവനെ പിടിച്ച് പോകുന്നതിന് അല്ലെങ്കിൽ എന്നും അവൻ്റെ കുളിയെല്ലാം കഴിക്കുന്നതാട്ടോ. ബൈ ബൈ, ഞാൻ വരുന്നുണ്ട്. ഞാൻ വരാം. ഞാൻ ഈ ദോശന് എന്തായി നോക്കട്ടെ. ഇത് ഓഫാക്കിയിട്ട് നമുക്ക് കൂടെ പോവാം. നമ്മൾ മിക്ക പോകാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ടുണ്ട്. നമുക്ക് പുറത്തൊക്കെ പോയി നോക്കട്ടെ ഗൈസ്.
ഇതാ നമ്മൾ ഉള്ളിലോട്ട് കയറിയിട്ടോ. നമ്മൾ ദോശ ചൂട് ഫുള്ളാക്കിയിട്ടില്ലല്ലോ, ഇക്കാക്ക് വേണ്ട മാത്രം ചുട്ടെടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ കശപിശ പറഞ്ഞതാണ് കേട്ടോ, വെറുതെ രസമാണല്ലോ തമാശക്ക്. അപ്പോൾ ഇനി പുതിയ ദോശക്കല്ല് വേണം ഞാൻ ഇതേപോലെ കുറേ ആയിട്ട് പറയുന്നു. കാരണം അതിൽ ചുട്ട് കഴിഞ്ഞാൽ കിട്ടുന്നില്ല. ഞാൻ എന്താ കരുതി ഈ ചുട്ടിട്ട് കൊടുക്കാം, എങ്ങനെ ഉണ്ടെന്നില്ല അറിയട്ടെ എഴുതിയിട്ടാണ്. അപ്പോൾ ഒക്കെ പുതിയ ദോശക്കല്ല് വാങ്ങി തരുന്നില്ല പ്രതീക്ഷയിലാണ് ചുട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വാങ്ങിയിട്ട് കാണാം കേട്ടോ. ഗേസ്, നമ്മൾ ചായ കുടിക്കാൻ പോകുന്ന കേട്ടോ. ഇക്കെല്ലാം പോയി. ഇനിയിപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന കേട്ടോ. അപ്പം നിച്ചുകുട്ടനെ ഒരു ദോശ ഇവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ചായ കുടിക്കാൻ നിൽക്കുന്ന കേട്ടോ. എനിക്ക് ഒരു ദോശ മതി, ആ ദോശയും ചായയും കൂടി കുടിക്കട്ടെ. അപ്പം ഇക്ക പോയി. ഇന്നത്തെ വിശേഷങ്ങൾ ഇതാ, മക്കളൊന്നും എണീറ്റിട്ടില്ല. അപ്പം ഞാൻ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചായിരുന്നു. തോനെ എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല കേട്ടോ. നിച്ചുകുട്ടന് സുന്നത്തല്യാണം കഴിച്ച് കിടക്കുന്നത് കാരണം ഓൻ്റെ ചുട്ടാവട്ടങ്ങൾക്കനുസരിച്ച് നിൽക്കുകയാണ് ഗേസ്. അതാ നിച്ചുകുട്ടന് ഒരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല പാൽപ്പൊടിയും മാങ്ങയും പാലും ഐസും വെള്ളമൊക്കെ ഉപയോഗിച്ച് പഞ്ചസാര ഇട്ടിട്ടാ. ഇനി നമുക്കിത് അടിച്ച് കൊടുക്കാം. നമ്മൾ ജ്യൂസ് ഇവിടെ ഷെയ്ക്കാണ് കേട്ടോ, മാങ്ങ ജ്യൂസ് അങ്ങനെ ഷെയ്ക്ക്, അടിപൊളി ഷെയ്ക്കായിട്ട് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. കാണിച്ചു തരാം. മാങ്ങ ഷെയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എനിക്ക് ഇഷ്ടം ഈ ഗ്ലാസ്സാണ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഗ്ലാസ്. നമ്മൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ട് നിച്ചുകുട്ടനോട്ട് വിളിച്ചിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ജ്യൂസ് ഒഴിച്ചേക്കുന്നൊക്കെ കാണിച്ചിട്ടോ. ഇതാണ് നമ്മൾ മാങ്ങ ജ്യൂസ്. അതുപോലെ സെറ്റല്ലേ ഗൈസ്? ഇത് ഷേക്ക് 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 പഴല്ല, ഇത് മാംഗോ. അപ്പോൾ ഫിലു ഓളത് എടുത്ത് പോയി. ഫിലു ഇത് ജ്യൂസ് അടിച്ചെന്നാ ഓളോളെ ജ്യൂസും കൊണ്ട് പോയിട്ടോ. ഇനി നീച്ചുകുട്ടനുണ്ട്, നീച്ചുകുട്ടൻ്റെ സ്ട്രോ എടുത്ത് കൊടുക്കണം, എന്നാലേ ഓൻ്റെ ജ്യൂസ് അങ്ങ് ആയിക്കൂടി ഇറങ്ങി. അപ്പോൾ കൂട്ടുകാർ, ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. നമുക്കിന്ന് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും. ഞങ്ങളെല്ലാവരും ജ്യൂസ് അടിച്ചാൽ നിൽക്കുന്ന കേട്ടോ. ഇനി